സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പേസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ മറ്റേ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതും ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതുമാണ്. അപ്പം നമ്മൾ ഇന്ന് സെക്കൻഡ് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റേ മറ്റേ ലോവർ പറഞ്ഞൊരു ബിൽഡിംഗ് ഇല്ലേ, അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ അയാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അഡ്വക്കേറ്റൊക്കെ എന്തായാലും വേണം. അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അഡ്വക്കേറ്റ് പറയുന്നത് വൈസിറ്റിയിൽ ഒരു കണ്ണാപ്പി ഉണ്ട്, ഈ കണ്ണാപ്പിനെ പോയി കാണാനാണ്. അപ്പോൾ ഈ കണ്ണാപ്പിക്ക് വന്നിട്ട് ഈ വൈസിറ്റിയിൽ എല്ലാ ഗ്യാങ്സ്റ്റർമാരിനും അറിയും. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ പൈസയില്ലേ, മറ്റേ ആദ്യത്തെ മിഷനിൽ നമ്മൾ മറ്റേ വീഡിയോയിൽ ആദ്യത്തെ മിഷനിൽ കാണിച്ചത് നമ്മൾ മറ്റേ പൈസയൊക്കെ ഒരാൾ വന്ന് ചുട്ടിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ കണ്ണാപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ചെക്കൻ സ്ഥിരമായിട്ട് ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ചെക്കൻ, ഇതാണ് മറ്റേ കണ്ണാപ്പി. ഇവനെ വന്നിട്ട് എല്ലാ ഗ്യാങ്സ്റ്റർമാരിനും അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ ടോമി യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അവൻ്റെ അടുത്തൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടോമി യൂണിവേഴ്സിറ്റിക്ക് ഇത്തിരി ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്, ദേഷ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ടോമി യൂണിവേഴ്സിറ്റി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ടോമി യൂണിവേഴ്സിറ്റി ഇപ്പം ഭയങ്കര കലിപ്പിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവൻ പറയുന്നത് മറ്റേ പൈസയൊക്കെ കളിച്ചു കൊണ്ടുപോയ ആൾക്കെന്നൊക്കെ അറിയാം, അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ടോമി യൂണിവേഴ്സിറ്റിക്ക് നല്ലപോലെ ദേഷ്യം വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ അവന് ഉന്തി വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അവൻ സത്യം പറയും. ഇപ്പം അവൻ പേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ പറയുന്നത് ഈ വൈസിറ്റീൻ്റെ അകത്ത് വന്നിട്ട് ഒരു ഷെഫ് ഉണ്ട്, ഈ ഷെഫിനെ പോയി കാണാനാണ്. ഓക്കെ, അവനെ കൊല്ലാമെന്ന് തോന്നുന്നു. ഈ ഷെഫിനെ പോയി കൊന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു മൊബൈൽ ഒളിച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാൻസ് ഒരുത്തം വരും. അപ്പോൾ അവൻ വരുന്നെങ്കിൽ ഷെഫിനെ കൊല്ലണം ഗൈസ്. അപ്പോൾ ഷെഫിനെ കൊന്നാലേ അവൻ വരുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ കണ്ണാപ്പിച്ചക്കൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ എത്തി. അപ്പോൾ നമുക്ക് ഈ ഷെഫിനെ കൊല്ലാം. ഓക്കെ ഗൈസ്, ഈ ഷെഫിന് നല്ല കിഴപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഇവനെ കൊല്ലാം ഗൈസ്. അവൻ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ മൊബൈലുണ്ടെങ്കിൽ ആരെയും നമ്മൾക്ക് വിളിക്കാൻ പറ്റും. അവനെ കൊന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുക്കണം. അപ്പോൾ തന്നെ നമ്മൾക്ക് മിഷൻസൊക്കെ സിമ്പിളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മറ്റേ അഡ്വക്കേറ്റ് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയില്ല, കാരണം നമ്മുടെ കയ്യിൽ മൊബൈലൊന്നുമില്ല. മൊബൈൽ കിട്ടി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായി ഉണ്ടാവും ഗൈസ്. അപ്പോൾ അവൻ്റെ മൊബൈൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ക്ഷീണിച്ചിട്ട് അവൾ നിൽക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഒരു ലാൻസ് പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ട്. അപ്പോൾ വൈസിറ്റി സ്റ്റോറീസിൽ ഈ ലാൻസ്, ഈ വെള്ള കളർ ഡ്രസ് ഇട്ടവനില്ലേ, അവൻ്റെ പേര് ലാൻസ് എന്നാണ്. അപ്പോൾ അവൻ്റെ ഏട്ടനാണ് വൈസിറ്റീൻ്റെ അകത്ത് ഇരിക്കുന്നത്. വൈസിറ്റി സ്റ്റോറീസിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ലാൻസിൻ്റെ ഏട്ടൻ മരിച്ചു ഗൈസ്. അപ്പോൾ ലാൻസിൻ്റെ ഏട്ടനാണ് വൈസിറ്റി സ്റ്റോറീസിൻ്റെ അകത്ത് ഇരിക്കുന്നത്. വൈസിറ്റി സ്റ്റോറീസ് കളിച്ച ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും ഗൈസ്. ഈ ടോമി യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ഈ ലാൻസിൻ്റെ ഏട്ടൻ വൈസിറ്റി സ്റ്റോറീസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഒരു ഷെഫിനെ കൊന്നപ്പോൾ ബാക്കി എല്ലാവരും വന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ലാൻസിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോവാം. അവനെ ഒന്നും ശ്രദ്ധിക്കണ്ട. അപ്പോൾ നമ്മൾക്ക് നേരെ ലാൻസിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് മറ്റേ അമുനേഷനിലേക്ക് പോകണം. അമുനേഷനാണ് മറ്റേ ഗൺസൊക്കെ വിൽക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം ആദ്യം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഓഷ്യൻ വ്യൂവിൽ കൊണ്ടുപോയിട്ട് ലാൻസിനെ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് മിഷൻ കംപ്ലീറ്റ് ആവും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അമുനേഷനിലൊക്കെ പോയി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഈ വണ്ടി നേരെ തിരിക്കാൻ അങ്ങനെ കിട്ടില്ല. പാർക്കിങ്ങിൻ്റെ അകത്ത് കയറിപ്പോയി ഗൈസ്. ഓക്കെ ഗൈസ്, എങ്ങനെയൊക്കെ നമ്മൾ അമുനേഷനിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഓഷ്യൻ വ്യൂവിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അമുനേഷനിലേക്ക് പോകുന്നത് റെക്കോർഡ് ചെയ്യാൻ മറന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ മറ്റേ കാറിന് പണി കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ മിഷൻ പാസ്സായി ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മിഷൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പാസ്സാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മിഷൻ 3 ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പോയി കാണുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്, ബൈ ബൈ.